സ്വാഗതം. പ്രഭാത ടാരക്കാട് വായനയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് ആൾക്ക് നൽകുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ, ഞാനൊരു ടാരോ അധ്യാപകനാണ്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ത് ഊർജ്ജമാണെന്ന് വരുന്നത്, രണ്ടാമത്തെ കാർഡ് എന്താണ് ഡയറക്ഷൻ, മൂന്നാമത്തെ കാർഡ് എന്താണ് ആക്ഷൻ, നാലാമത്തെ കാർഡ് എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുമാണ് നമ്മൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് പ്രതീക്ഷിക്കാം എന്ന് നമുക്ക് നോക്കാം. എന്ത് ഊർജ്ജമാണ് നമ്മൾക്ക് യൂണിവേഴ്സ് നയിക്കുന്നത് വെച്ചപ്പോൾ 5 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്ന കാർഡാണ്. 5 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്ന കാർഡ് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രഗിളിൻ്റെ കാർഡാണ്. പക്ഷേ ഈ ടാരോ ഡെക്കിൽ ഇതൊരു വിജയത്തിൻ്റെ കാർഡാണ്. നമുക്ക് കണ്ടറിയാൻ പറ്റും, 4 പേര് വളഞ്ഞിട്ടടിക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു സിനിമയിലെ ഹീറോനെ പോലെ ഈ വ്യക്തി വായിൽ ഉയർന്നു ചാടി വരെ നേരിടുന്നൊരു കാർഡാണ്. ഈ കാർഡ് വരുമ്പോൾ നമ്മൾ പറയാറില്ല, പൊതുവേ നമ്മുടെ ജീവിതത്തിൽ ചില അനാവശ്യമായിട്ടുള്ള കോമ്പറ്റീഷൻ വരാൻ സാധ്യതയുണ്ട്. ആളുകൾ നമ്മളായിട്ട് കോമ്പറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ചെറിയ തടസ്സങ്ങൾ നമ്മൾ അറിയുന്നവർ തന്നെ നമുക്ക് പാര വയ്ക്കാൻ സാധ്യതയെന്നൊക്കെയാണ്. പക്ഷേ ഈ കാർഡിൽ ഈ വ്യക്തി വിജയിച്ച് നിൽക്കുന്നതുകൊണ്ട് താങ്കൾക്ക് എനർജി പ്രതീക്ഷിക്കാം. പക്ഷേ അതേസമയം താങ്കൾക്കൊരു വിജയത്തിൻ്റെ ഇത് കാണുന്നതാണ് പറയുന്നത്. അപ്പോൾ ചെറിയൊരു ഇന്ന് കോമ്പറ്റീഷൻ വന്നാൽ അതിൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് പറയാനുള്ളത്. എന്താണ് നമ്മുടെ ഇന്നത്തെ ഗൈഡൻസ് എന്ന് ചോദിച്ചപ്പോൾ 8 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ്. 8 വാളുകൾ പുറകിൽ വെച്ചുകൊണ്ട് അതിൻ്റെ മുന്നിൽ കണ്ണ് കെട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ കാണുന്നത്. പൊതുവെ ഈ കാർഡ് വരുമ്പോൾ ഈ വാളുകൾ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളാണ്. ഓക്കെ, നമ്മൾ തന്നെ നമ്മുടെ ചിന്തകളിൽ തളയ്ക്കപ്പെട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതായത് സ്വയം നിർമ്മിത കാരാഗ്രഹത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. കണ്ണ് കെട്ടിയിട്ടുണ്ട്. കണ്ണ് കെട്ടിയിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള കാഴ്ച നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ കാർഡ് വരുമ്പോൾ പറയുന്നത് സ്വയം നിർമ്മിതമായിട്ടുള്ള കാരാഗ്രഹത്തിനെ ബ്രേക്ക് ചെയ്യാനാണ് പറയുന്നത്. അതായത് ഇപ്പോൾ താങ്കൾ തടയുന്നത് താങ്കളുടെ ചിന്തകൾ മാത്രമാണെന്നാണ് കാർഡ് ഓർമ്മിപ്പിക്കുന്നത്. എന്ത് ആക്ഷൻ നമുക്ക് എടുക്കാം എന്നൊന്ന് ചോദിച്ചപ്പോൾ ദ വേൾഡ് എന്ന് പറയുന്ന കാർഡാണ്. വേൾഡ് എന്ന് പറയുന്നത് സെലിബ്രേഷൻ്റെ കാർഡാണ്, സന്തോഷത്തിൻ്റെ കാർഡാണ്, ആക്ഷൻ്റെ കാർഡാണ്. ഒരു ഡാൻസിങ് കാറ്റിനെയാണ് നമ്മൾ കാണുന്നത്. ഈ കാർഡ് വരുമ്പോൾ നമ്മൾ പറയാറുള്ളത് നമുക്കൊരു ഡിവൈൻ ബ്ലെസ്സിങ് കണ്ടറിയാൻ പറ്റും. 4 ഭാഗത്തും കാണുന്നുണ്ട്. വിജയത്തിൻ്റെ സൂചകമായിട്ടുള്ള ഒരു റീത്ത് കാണുന്നുണ്ട്. അനന്തതയെ സൂചിപ്പിക്കുന്ന റിബൺസ് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ കാർഡ് എന്ന് പറയുന്നത് സെലിബ്രേറ്റ് ചെയ്യുക, സന്തോഷിക്കുക, എൻജോയ് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ആക്ഷൻ എന്ന് പറയുന്നത് കുറച്ചൊന്ന് സന്തോഷിക്കാൻ സമയം കണ്ടെത്തിക്കോളൂ. എന്ത് വെല്ലുവിളി വന്നാലും ബി ഹാപ്പി ആൻഡ് സെലിബ്രേറ്റ് എന്നാണ് പറയുന്നത്. എന്ത് നമുക്ക് ഫോക്കസ് ചെയ്യാം എന്നൊന്ന് ചോദിച്ചപ്പോൾ നമുക്ക് 5 ഓഫ് കപ്സ് എന്ന് പറയുന്നൊരു കാർഡാണ് വന്നിട്ടുള്ളത്. 5 ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡും നമുക്കൊരു വിധത്തിലൊരു നെഗറ്റീവ് കളറുള്ള കാർഡാണ്. പക്ഷെ നമ്മളത് അങ്ങനെ നെഗറ്റീവിൽ കാണേണ്ട കാര്യമില്ല. ഈ കാർഡിൽ നമുക്ക് കണ്ടറിയാൻ പറ്റും, ഒരു സെറ്റ് ബാക്കിന് ശേഷം ഒരു പോസിറ്റീവായിട്ട് നോക്കുന്ന ഒരാളെയാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു വിധത്തിലൊരു ആവറേജ് ഡേ ആണ് ഞാൻ താങ്കൾക്ക് കാണുന്നത്. ചെറിയ വെല്ലുവിളികളുണ്ടാവാം, നമ്മുടെ ചിന്തകൾ ബ്രേക്ക് ചെയ്യേണ്ട ദിവസമാണ്. ഇന്നത്തെ ആക്ഷൻ എന്ന് പറയുന്നത് മാത്രമേ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക, പാസ്റ്റ് മറന്ന് ഫ്യൂച്ചറിലേക്ക് നോക്കുക. ഐ വിഷ് യു വെരി ഗുഡ് ഡേ ഡിയർ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.